എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഇംഗ്ലണ്ട് ബൌളിംഗിനെ നിലം പരിശാക്കിയിരിക്കുകയാണിപ്പോൾ. രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും പോലുള്ള പരിചയസമ്പന്നരായ കളിക്കാർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും യുവതാരങ്ങളായ സഞ്ജു സാംസൺ, വൈഭവ് സൂര്യവംശി, ശുഭ്മൻ ഗിൽ എന്നിവർ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് കരുത്ത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മൂന്നാം ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്ക് വേണ്ടി ഈ മൂന്ന് ബാറ്റ്സ്മാൻമാരും ചേർന്ന് ഇംഗ്ലണ്ട് ബൌളർമാരായ ക്രിസ് വോക്സ്, ബ്രൈഡൻ കാർസ്, ജോഷ് ടങ്, ഷോയിബ് ബഷീർ എന്നിവരെ വെള്ളം കുടിപ്പിച്ചു. മത്സരം ആരംഭിച്ചപ്പോൾ ടോസ് നേടിയ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ആ തീരുമാനം വീണ്ടും തെറ്റി. ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത വൈഭവ് സൂര്യവംശിയും KL രാഹുലും മികച്ച തുടക്കമാണ് നൽകിയത്. ആദ്യ ഓവറിൽ തന്നെ ക്രിസ് വോക്സിന്റെ പന്തിൽ ഒരു ബൗണ്ടറി നേടി വൈഭവ് തന്റെ ആധിപത്യം പ്രഖ്യാപിച്ചു. മൂന്നാം ഓവറിൽ ബ്രൈഡൻ കാർസിന്റെ പന്തിലും വൈഭവ് ഒരു മികച്ച ബൗണ്ടറി നേടി ഇന്ത്യൻ ഇന്നിംഗ്സിന് വേഗത കൂട്ടി. ആഞ്ഞടിച്ച വൈഭവ് തന്റെ ഇന്നിംഗ്സിൽ 15 ഫോറുകളും 3 സിക്സറുകളും സഹിതം 138 റൺസ് അടിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ ആക്രമണോത്സുകമായ ശൈലി ഇംഗ്ലണ്ട് ബൌളർമാരെ നിസ്സഹായരാക്കി. KL രാഹുലും മികച്ച പിന്തുണ നൽകി. എന്നാൽ യഥാർത്ഥ കൊടുങ്കാറ്റ് വീശിയത് സഞ്ജു സാംസണും ശുഭ്മൻ ഗില്ലും ക്രീസിലെത്തിയപ്പോഴാണ്. ഇംഗ്ലണ്ട് ബൌളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച സഞ്ജു 18 ഫോറുകളും 2 സിക്സറുകളും സഹിതം 153 റൺസ് നേടി. ജോഷ് ടങ്ങിനെയും ഷോയിബ് ബഷീറിനെയും സഞ്ജു പ്രത്യേകം ലക്ഷ്യം വെച്ചു. ബഷീറിന്റെ പന്തിൽ സഞ്ജു അടിച്ച ഒരു സിക്സർ സ്റ്റേഡിയത്തിലെ കാണികളെ ആവേശത്തിലാക്കി. സഞ്ജു സാംസന്റെ ബാറ്റ് തീതുപ്പുകയായിരുന്നു. തന്റെ മികച്ച ഇന്നിംഗ്സിലൂടെ അദ്ദേഹം സ്കോർ അതിവേഗം ഉയർത്തുക മാത്രമല്ല ടീമിനെ ശക്തമായ നിലയിലെത്തിക്കുകയും ചെയ്തു. മറുവശത്ത് ഗിൽ മൈതാനത്ത് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഗിൽ 16 ഫോറുകളും 5 സിക്സറുകളും സഹിതം 161 റൺസിന്റെ ഒരു വെടിക്കെട്ട് ഇന്നിംഗ്സ് കളിച്ചു. ക്രിസ് വോക്സിന്റെയും ബ്രൈഡൻ കാർസിന്റെയും പന്തുകളിൽ തുടർച്ചയായി ആക്രമണാത്മക ഷോട്ടുകൾ കളിച്ച ഗിൽ ഒരു ഘട്ടത്തിൽ T20 മത്സരം കളിക്കുന്ന പ്രതീതിയുണ്ടാക്കി. അദ്ദേഹത്തിന്റെ ഒരു സിക്സർ പന്തിനെ സ്റ്റേഡിയത്തിന് പുറത്തെത്തിച്ചു. ഇത് കണ്ട് ബെൻ സ്റ്റോക്സ് പോലും അത്ഭുതപ്പെട്ടുപോയി. ഈ മൂന്ന് ബാറ്റ്സ്മാൻമാരുടെയും അത്യുജ്വല പ്രകടനം ചേർന്ന് ഇംഗ്ലണ്ട് ബൌളർമാരെ പൂർണ്ണമായും മുട്ടുകുത്തിച്ചു. സഞ്ജു സാംസൺ തന്റെ ഇന്നിംഗ്സിലൂടെ ഇംഗ്ലണ്ട് ബൌളർമാരുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ വൈഭവ് സൂര്യവംശി തന്റെ മികച്ച സാങ്കേതികതയും ആക്രമണോത്സുകതയും പ്രകടിപ്പിച്ചു. ഗിൽ തന്റെ ട്രേഡ്മാർക്ക് ശൈലിയിൽ ബൗണ്ടറികൾ വാരിക്കൂട്ടി മൈതാനത്ത് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഈ മൂവരുടെയും തകർപ്പൻ ബാറ്റിംഗിന്റെ ബലത്തിൽ ഇന്ത്യൻ ടീം ആദ്യ ഇന്നിംഗ്സിൽ 597 റൺസിന്റെ കൂറ്റൻ സ്കോർ ഉയർത്തി. ഇത് ഇംഗ്ലണ്ട് ടീമിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കി. ഇംഗ്ലണ്ട് ബൌളർമാരിൽ ആർക്കും ഈ ബാറ്റ്സ്മാൻമാരെ തടയാൻ കഴിഞ്ഞില്ല. സഞ്ജു സാംസണും വൈഭവ് സൂര്യവംശിയും ഗില്ലും എങ്ങനെയാണ് മൂന്നാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ബൌളർമാരെ തകർത്തെറിഞ്ഞ ഇന്ത്യൻ ഇന്നിംഗ്സിന് കരുത്ത് നൽകിയതെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഈ മൂവരുടെയും തകർപ്പൻ ബാറ്റിംഗ് കളിക്കളത്തിൽ തരംഗമുണ്ടാക്കുക മാത്രമല്ല ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനം നേടുകയും ചെയ്തു. സഞ്ജു സാംസൺ, വൈഭവ് സൂര്യവംശി, ശുഭ്മൻ ഗിൽ എന്നിവരിൽ ആരുടെ ബാറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.